പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മസ്രിയോ ഞായറാഴ്ച അല്ലെങ്കിൽ പക്ഷപാതക്കാരൻ്റെ ഞായറാഴ്ച എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത്. തളർവാദ രോഗികളായ 2 പേർക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സംഭവങ്ങളാണ് വിശുദ്ധ ഏവങ്കേലിയനായിട്ട് വായിക്കപ്പെടുന്നത്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും, ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും കഫർനഹൂമിൽ വെച്ച് ഒരു തളർവാദ രോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സംഭവം വിവരിച്ചിരിക്കുകയാണ്. ഇവിടെ കഫർനഹൂമിൽ ഒരു ഭവനത്തിൽ കർത്താവ് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആളുകൾ ആ ഭവനത്തിൽ വരുന്നുകൂടി. അപ്പോഴേ ഒരു തളർവാദ രോഗിയെ ഒരു കട്ടിലെടുത്തുകൊണ്ട് 4 പേർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരുന്നതുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് തളർവാദ രോഗിയെ കട്ടിലെടുത്തുകൊണ്ട് വരുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ യേശു ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ കട്ടിലോടുകൂടി ഈ തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചു. അപ്പോൾ ഈ 4 പേരുടെ തീക്ഷ്ണത കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന്. അങ്ങനെ കർത്താവ് അതിനു മുമ്പായിട്ട് കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ, നിയമജ്ഞരായിരുന്ന ആൾക്കാർ ചിന്തിച്ചു, ഇവന് പാപം മോചിക്കുവാനുള്ള അധികാരമുണ്ടോ എന്ന്. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാനുള്ള അധികാരമുള്ളൂ എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഇവൻ ദൈവത്തിന് സമനാക്കി തീർത്തിരിക്കുന്നുവെന്ന് ഉള്ളിൽ വിചാരിച്ചു. അപ്പോഴാണ് കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് ഞാൻ പറയുന്നതോ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, ഏതാണ് എളുപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് അവനോട് പറഞ്ഞത്. അപ്പോഴവൻ കിടക്കയെടുത്ത് നടന്ന് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു എന്ന് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപം മോചിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത, പാപത്തിൻ്റെ ഫലമായി രോഗമുണ്ടാകുന്നു എന്നുള്ളതാണ്. പാപത്തിന് 2 സ്വഭാവങ്ങൾ ഉണ്ട്. അത് ഒന്ന് മനസ്സിൽ ദുഃഖമുണ്ടാക്കും. ഏത് പാപവും മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതാണ്. രണ്ടാമത്തേത് ശരീരത്തിൽ അത് വേദനയുണ്ടാക്കും എന്നുള്ളതാണ്. രോഗത്തിലൂടെയാണ് പാപം വേദനയായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം കർത്താവ് കണ്ടെത്തുകയും ആ കാരണത്തെ പ്രഖ്യാപിക്കുകയും അതിന് മോചനം കൊടുത്തുകൊണ്ട് ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യം തരാനായിട്ട് കർത്താവ് തൻ്റെ പരശുശ്രൂഷ കാലത്ത് ഈ അടയാളം അല്ലെങ്കിൽ അത്ഭുതം പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, ഏത് അടയാളവും അത്ഭുതവും അത് ഒരു ചൂണ്ടുപലകയാണ്, അല്ലെങ്കിൽ ആ അടയാളം ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണിത്? കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ക്രൂശിൽ പാടുപീടുകളേറ്റ് മരിച്ച് മനുഷ്യരുടെ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരമായി ബലിയായി തീർന്നിരിക്കുന്നു, അതിൽ തീരാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. അതുകൊണ്ട് പാപമോചന അധികാരം ഇന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുത്തു. അതാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 20:23. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ പാപമോചനത്തിനുള്ള അധികാരം ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നല്ല കുമ്പസാരത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെ നമുക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗങ്ങൾക്ക് സൗഖ്യം തരാനായിട്ട് അത് കാരണമായിത്തീരും, സൗഖ്യം ലഭിക്കുവാനായിട്ട് കാരണമായിത്തീരും. അപ്പോൾ യേശു തരുന്ന സൗഖ്യം ഇന്ന് പുതിയ നിയമസഭയിൽ അത് പാപമോചനം നേടുന്നതിന് വേണ്ടിയുള്ള സഭയ്ക്കുള്ള അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ സൗഖ്യം നമ്മൾ സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ഒരിക്കലായി രക്താർപ്പിതമായ ഒരു ബലി അർപ്പിക്കുകയും രക്തരഹിതമായ ബലിയർപ്പണം പരിശുദ്ധ സഭയെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് രക്താർപ്പിതമല്ലാത്ത ബലിയർപ്പണത്തിലൂടെ യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച രക്താർപ്പിത ബലിയുടെ എല്ലാ യോഗ്യതകളും നമുക്ക് ലഭിക്കുന്നു എന്നതാണ് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഈ വചനഭാഗം ധ്യാനിക്കുവാനും നല്ല കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും 2ാമത്തെ സൗഖ്യമെന്ന് പറയുന്നത്, തളർവാദ രോഗിയായിരുന്ന ഒരു മനുഷ്യൻ 38 വർഷമായി ബെത്സദ എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. യേശു അവനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു,
ഇതാ കുളത്തിൽ മാലാഖ വന്ന് വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾക്ക് സൗഖ്യം ലഭിക്കും. ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും ആരെങ്കിലും വന്ന് കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് യേശു പറഞ്ഞു, നീ നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന്. അങ്ങനെ അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ യഹൂദന്മാർ ഇത് കണ്ടു. അന്ന് സാബത്ത് ദിവസമായിരുന്നു. അപ്പോൾ അവനോട് ഈ സാബത്ത് ദിവസത്തിൽ കിടക്കയെടുത്ത് നടക്കുക, ഭാരം ചുമക്കുന്നത് ഹിതകരമായ കാര്യമല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം തന്നവൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത് എന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, സാബത്തിൻ്റെ മേൽ ഉള്ള അധികാരം കർത്താവ് അവിടെ വെളിപ്പെടുത്തി. വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും, പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ ദിവസങ്ങളും നല്ലതാണ്, എന്നാൽ ഞായറാഴ്ചയ്ക്ക് 2 പ്രത്യേകതകൾ സഭ കൽപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിന് ശേഷം വാഗ്ദാനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയച്ചത് പെന്തക്കോസ്തി ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പാണ്. അവൻ ഭൂമിയിലേക്ക് അവൻ്റെ മധ്യസ്ഥ മുഖാന്തരമായി ഭൂമിയിലേക്ക് പിതാവായ ദൈവം വാഗ്ദാനപ്രകാരം അയച്ച പരിശുദ്ധ റൂഹായിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞായറാഴ്ച പ്രധാന ദിവസമായിട്ട് നമ്മൾ കരുതുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ സുഖപ്പെട്ട തളർവാദ രോഗിയെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് യേശു കാണുന്നുണ്ട്. അപ്പോൾ അവനോട് യേശു പറഞ്ഞു, ഇതാ ഇനി ഇതിലും മോശമായതൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവന് രോഗമുണ്ടായതെന്നും താൻ സുഖം പ്രാപിച്ചത് യേശു പാപം മോചിച്ചതുകൊണ്ടാണെന്നും ഇനി പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ മാത്രമേ വീണ്ടും ഈ സൗഖ്യം തുടരുകയുള്ളൂ എന്നും കർത്താവ് അവനോട് പറയുകയാണ്. പ്രിയമുള്ളവർ, വീണ്ടും പാപമോചന അധികാരം യേശു പ്രഖ്യാപിക്കുകയാണ്. ഈ 2 അടയാളങ്ങളും വിരൽ ചൂണ്ടുന്നത് കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്ന് നമുക്ക് സൗഖ്യം തരാനായിട്ട് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കർത്താവ് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെയാണ്. തൻ്റെ തിരുശരീരക്തങ്ങൾ നൽകിക്കൊണ്ട് ഇതാ പാപമോചനത്തെ അവൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാപപരിഹാര ബലിയുടെ യോഗ്യതയിലേക്കാണ് നമുക്ക് കടന്നു വരാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബെത്സദ കുളക്കടവിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മാലാഖ വന്ന് കുളം കലക്കുന്നു, എന്നിട്ട് ആദ്യം ഇറങ്ങുന്നയാൾ സുഖം പ്രാപിക്കുന്നു. ഇവിടെ സുറിയാനി പിതാക്കന്മാർ ഇതിനെ സാമ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതിനെ ഉദാഹരിക്കുന്നത് വിശുദ്ധ സഭയിൽ പുരോഹിതൻ കുമ്പസാരമെന്ന കൂദാശയിലൂടെ വിശുദ്ധ ജനത്തിൻ്റെ പാപത്തെ അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കലക്കുക എന്ന് പറയുന്നത്, വെള്ളത്തെ കലക്കുമ്പോൾ അതിനെ ഈ പുതിയ നിയമസഭയിൽ കുമ്പസാരമെന്ന കൂദാശയിലൂടെ അവൻ്റെ മനസ്സിനും ആത്മാവിനും സൗഖ്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുമ്പസാരമെന്ന കൂദാശയിലൂടെ പാപങ്ങളുടെ മേൽ ജയമെടുത്തു കഴിയുമ്പോൾ അവൻ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നു. ആരാധനയിലൂടെ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ഒരു വിശ്വാസിക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഈ തളർവാദ രോഗി സുഖം പ്രാപിച്ചതുപോലെ ഇന്നും രോഗത്തിൻ്റെയും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സുഖം പ്രാപിക്കാനായിട്ട് പരിശുദ്ധ സഭയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പുരോഹിതൻ അവിടെ ലഭ്യമാണ്. പാപമോചനത്തിൻ്റെ കുദാശയാകുന്ന വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും വിശ്വാസികൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടിയാണ് ഈ കുദാശകളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുദാശകളിലൂടെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. ഒരുപക്ഷേ വിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്നതിൻ്റെ മുൻകുറിയായിട്ടാണ് ഈ അടയാളങ്ങൾ നൽകിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ ഫലമായി രോഗമുണ്ടാകുന്നു, പാപത്തിൻ്റെ ഫലമായി മനസ്സിന് ദുഃഖമുണ്ടാകുന്നു. അപ്പോൾ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും സൗഖ്യമാണ് യേശു ഈ കാലഘട്ടത്തിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനും ആത്മാവിനും സൗഖ്യമുണ്ടാകുമ്പോൾ അത് ശരീരത്തിൽ പ്രതിഫലിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. തളർവാദ രോഗം നമുക്കറിയാം, അതിൻ്റെ കാരണം എന്തെന്ന് നിശ്ചയമില്ല. ശരീരം മുഴുവൻ രോഗാതുരമാവുകയും ബലഹീനമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇതുപോലെ തന്നെയാണ് പാപത്താൽ നമ്മൾ ഗ്രസിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അത് രോഗാതുരമായി തീരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു, ശരീരത്തിൽ വേദനയുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഓരോ രോഗവും ഓരോ വേദനയും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗവും വേദനയും ദുഃഖവും ഒന്നും നമുക്ക് ശാശ്വതമായ നാശത്തിലേക്കല്ല അത് വഴി നടത്തുന്നത്, ശാശ്വതമായ സൗഖ്യത്തിലേക്കാണ് അത് വഴി നടത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം കഷ്ടത ഒരു അനുഗ്രഹമായിട്ട് പൗലോസ്ലീഹ വിവരിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അപ്പസ്തോല നടപടിയിൽ 28-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലനായ പൗലോസ് യഹൂദന്മാരോട് ദൈവവചനം പ്രസംഗിച്ചതിൻ്റെ ഫലമായി, സുവിശേഷം അറിയിച്ചതിൻ്റെ ഫലമായി അവൻ തടവിലാക്കപ്പെടുന്നതും പിന്നീട് അവൻ വിട്ടയക്കപ്പെടുന്നതും പിന്നീട് യഹൂദന്മാരോട് വീണ്ടും ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി കഷ്ടതകൾ സഹിക്കുവാനായിട്ട് ഒരു പുതുനിയമ വിശ്വാസിക്ക് അവന് വിളി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക, കാരണം കൂടാതെയോ കാരണത്തോടു കൂടിയോ നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ആ കഷ്ടത നമ്മിൽ സഹനശീലം ഉണ്ടാക്കുന്നു. ആ സഹനശീലം ആത്മവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ ആത്മവിശ്വാസം പ്രത്യാശയിലേക്ക് നയിക്കുന്നു. പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്. പ്രിയമുള്ളവരെയും, കഷ്ടതയുടെയും രോഗത്തിൻ്റെയും നാളുകൾ നമുക്ക് അത് സൗഖ്യത്തിൻ്റേതാക്കി മാറ്റാനുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സൗഖ്യം സ്വീകരിക്കാനായിട്ടുള്ളതാണ്. ഓരോ കഷ്ടതയും നമുക്ക് സഹനശീലത്തെ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ടുള്ളതാണ്. അത് കർത്താവിൻ്റെ സഹനങ്ങൾ, അതുകൊണ്ടാണ് കർത്താവ് പാടുപീഡകളേറ്റ് മരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ നമ്മുടെ സഹനങ്ങൾ, അത് പാപം മൂലമുണ്ടായതാകട്ടെ, പൈശാചിക പീഡ മൂലമുണ്ടായതാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദുഷ്ടമനുഷ്യരുടെ ശത്രുത മൂലമുണ്ടായതാകട്ടെ, ഏതു വിധത്തിലുള്ള സഹനങ്ങളും ഏതു വിധത്തിലുള്ള പാപവും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് വെച്ച് ആ സഹനത്തെ അല്ലെങ്കിൽ ആ കഷ്ടതയെ സഹനത്തിൻ്റെ മൂല്യമുള്ള സഹനമാക്കി മാറ്റാൻ, ക്രിസ്തുവിൻ്റെ സഹനമാക്കി അതിൻ്റെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. ആ സഹനം നമ്മിലൊരു ആത്മധൈര്യം ഉണ്ടാക്കുന്നു. അത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാടുപീടുകളേറ്റ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു എന്നുള്ള ആത്മധൈര്യമാണ്. ഈ ആത്മധൈര്യം നമ്മിൽ പ്രത്യാശ ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടാനായിട്ട് ഇതെല്ലാം നമുക്ക് കാരണമായി തീരുകയും ചെയ്യും. ഈ നോമ്പിൻ്റെ നാളുകളിൽ കഷ്ടതകളെ പ്രതി ദുഃഖിക്കാതെ അത് ദൈവസ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിറവിലേക്ക് നമ്മളെ നയിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.